ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ പിങ്കിനെ കൊതിപ്പിച്ച് അവസാനം അരുന്ധതി അമ്മ തന്നെ വലിയൊരു കാര്യം പറയുവാണ്. പിങ്കി ശരിക്കും ഷോക്കായി പോയിട്ടോ. നമ്മുടെ നന്ദയുടെ ഗൗതമും ഇങ്ങനെ കൊച്ചു പിള്ളേരെ പോലെ കളിച്ചിരിച്ച് നടന്നാൽ പോലെ എപ്പോഴും വഴക്കും കാര്യങ്ങളാണ്. നിങ്ങൾക്ക് കുറച്ച് കാര്യപ്രാപ്തി വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഉത്തരവാദിത്തം വേണമെങ്കിൽ നിങ്ങളുടെ ഇടയിലേക്ക് ഒരു ആള് വരണം, ഒരു കുഞ്ഞുവാ വരണം എന്ന് പറയാണ്. അത് കേൾക്കണത് നന്ദക്കും ഗൗതമത്തിന്റെ ചെറിയ നാണമൊക്കെ വന്നിട്ടോ. പിങ്കി ആകെ ഞെട്ടിപ്പോവാണ്. ഈ അമ്മായിക്ക് ഇത് എന്ത് സംഭവിച്ചു എന്ന രീതിയിൽ ഇങ്ങനെ വായം പിടിച്ചിരിക്കുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ അരുന്ധതി പറയണ്ട, അതുകൊണ്ട് നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിക്കണം, അത് നാളെയോ മറ്റന്നാളെ പോരാ എന്ന് തന്നെ ലക്ഷ്മി ഇവരുടെ ആ ശാന്തി മുഹൂർത്തത്തിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് പറയാണ്. ഓ, അതിനെന്താ എടുത്തി എന്ന് പറയുന്നുണ്ട്. വളരെ സന്തോഷമാണ്. അത് നമ്മുടെ ലക്ഷ്മിയും അതുപോലെ തന്നെ എല്ലാവരും കൂടി ചേർന്നിട്ട് പിങ്കി അഴിച്ച് ബാക്കി എല്ലാവരും കൂടി ചേർന്നിട്ട് അവർക്കുള്ള മണിയറയും കാര്യങ്ങളൊക്കെ ഒരുക്കുവാണ്. ഗൗതം രാത്രി നമ്മുടെ നന്ദിനെയും കാലത്ത് റൂമിലിരിക്കുന്ന സമയത്ത് നന്ദ ഒരു ഗ്ലാസ് പാലിന് വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് പോകുമ്പോൾ ലക്ഷ്മി അമ്മ ഓൾറെഡി പാലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആരും കാണാണ്ട് പിങ്കി അവിടെ കയറി ആ പാലിൽ എന്തോ എടുത്ത് കലക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് കലക്കുന്നുണ്ട്. എന്തോ ഒരു മയക്കുമരുന്ന്, എന്തോ ബോധം കെട്ട് വീഴുന്ന സാധനം, അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം പറ്റുന്ന സാധനം ആയിരിക്കാം. പിങ്കി അല്ലേ ആള്, അങ്ങനത്തെ എന്തെങ്കിലും സാധനം ആയിരിക്കും ആ പാലിൽ കലക്കിയിട്ടുണ്ടാവുക. എന്തായാലും ആ പാലാണ് നന്ദ ഗൗതത്തിന്റെ റൂമിലേക്ക് കൊണ്ടുവന്നത്. പക്ഷെ അവർ ഞെട്ടിച്ചുകൊണ്ട് അവിടെ വേറൊരു കാര്യം നടക്കുവാണ്. വേറൊന്നല്ല, പിങ്കി ഇങ്ങനെ എന്തെങ്കിലും കാര്യം ഒപ്പിക്കുമെന്ന് തീർച്ചയായിട്ടും നന്ദക്കറിയാം. അതുകൊണ്ട് തന്നെ നന്ദ ആ പാല് കുടിപ്പിക്കുന്നില്ല നമ്മുടെ ഗൗതത്തിനെ കൊണ്ടിട്ട്. അവിടെ ആദ്യ രാത്രി അങ്ങനെ നടക്കുവാണ്. നമ്മുടെ പിങ്കി വിചാരിക്കും ഒന്നും നടന്നില്ലെന്ന്. പിറ്റേ ദിവസം രാവിലെ പിങ്കിനെ നെട്ടിച്ചുകൊണ്ട് നന്ദ പറയുന്നുണ്ട്, എന്തായാലും ഇന്നലെ പിങ്കി നിന്റെ ആഗ്രഹങ്ങളൊന്നും നടന്നില്ല. നീ കലക്കി വെച്ച പാലിൽ നീ എന്തെങ്കിലുമൊക്കെ ഇത് ചെയ്യുമെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ട് ഞാനും ഗൗതം സാറും ആ പാല് കുടിച്ചില്ല. പാല് കുടിച്ചില്ലെങ്കിൽ എന്താ, ഞങ്ങൾ തമ്മിൽ നന്നായിട്ട് സ്നേഹത്തോടെ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ കഴിഞ്ഞിട്ടാ ഇന്നലെ രാത്രി കഴിഞ്ഞത്. അതുകൊണ്ട് ഇനി എന്തായാലും നിന്റെ കാര്യങ്ങൾ നടക്കാൻ പോകണം. ഇനി എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞിക്കാല് കാണണം, എത്രയും പെട്ടെന്ന് എനിക്കൊരു കുഞ്ഞ് ജനിക്കണം. അതേ നമ്മുടെ എൻ്റെ ഗൗതം സാറിന്റെ മനസ്സിലിപ്പോ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ആകെ നാണം കെട്ട് പോവാട്ടോ പിങ്കി. എന്തായാലും അടിപൊളി ഭാഗങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒറിജിനൽ എപ്പിസോഡ്സ് എല്ലാ ദിവസവും ഈ ചാനലിൽ ഇടുന്നതായിരിക്കും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.